അമ്മയെ അമർത്തിച്ചും തമ്മിൽ നമ്മൾ അറിയാതെ ഉണ്ടാക്കിയ വ്യവസ്ഥയുടെ പേരിൽ നമ്മൾ പിരിയുന്നതിൽ എന്താണ് യുക്തി? തെറ്റ് ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, നിരപരാധികളല്ല. അമ്മ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അമ്മ അനുഭവിക്കണം. അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം. എന്ത് ശിക്ഷ? ഒരു തരി പൊന്നില്ലാതെ, 1 രൂപ സ്ത്രീധനമില്ലാതെ ഞാൻ നിന്നെ കല്യാണം കഴിക്കും. സത്യം. എനിക്ക് വേണ്ടത് നിന്നെയാ. എനിക്ക് നിന്നെ കിട്ടിയാ ഞാൻ ജയിക്കും, നീയും ജയിക്കും. അമ്മയ്ക്ക് വേണ്ടത് പൊന്നാണ്. അത് കിട്ടാതെ വരുമ്പോ അമ്മ തോൽക്കും, ദിവ്യേട്ടത്തിയും തോൽക്കും. ഇതൊരു ഔദാര്യോട്ടം നീ കരുതണ്ട. നിന്റെ കൂടെയുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ആ മോഹം സാധിക്കാൻ വേണ്ടി എന്തുപേക്ഷിക്കാനും ഞാൻ തയ്യാറാ. ആകാശേട്ടന് ആത്മാർത്ഥമായിട്ടാണോ ഈ പറഞ്ഞേ? അതോ കല്യാണം മുടങ്ങുന്നതിന്റെ നാണക്കേട് ഒഴിവാക്കാനാണോ? നെഞ്ചി കൈവച്ച ഞാനിത് പറയുന്നത്. എനിക്കൊരു തരി സ്വർണവും വേണ്ട, സത്യം. വേണോന്ന് മാമി വാശി പിടിച്ചാലോ? വകവയ്ക്കില്ല. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. എന്റെ കല്യാണത്തിന്റെ മറവിൽ കച്ചവടം നടത്താൻ ഞാൻ ആരെ സമ്മതിക്കില്ല. നിനക്കെന്നെ വിശ്വസിക്കാം. സ്വർണം മാത്രമല്ല, ആർഭാടമായിട്ടുള്ള കല്യാണവും വേണ്ട. വെറുതെ സിമ്പിളായൊരു താലികെട്ട്, അത് മതി. വിവാഹം എന്നത് ഒരു ചടങ്ങല്ലടോ, ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമല്ലേ. ഒരാർഭാടവും വേണ്ട. വിശ്വാസം വരുന്നില്ലേ? ആകാശേട്ടന് എനിക്ക് വിശ്വാസം. പക്ഷേ എല്ലാം കേട്ടപ്പോ ഞാൻ ചതിക്കപ്പെട്ടെന്ന് തോന്നി. ആകാശേട്ടനും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ നടന്നതെന്ന് ആലോചിച്ചപ്പോ എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ആയി. അതുകൊണ്ടാ അങ്ങനൊക്കെ പറഞ്ഞേ. സാരമല്ല, പോട്ടെ. സത്യത്തില് ഇതിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇത്രയൊക്കെ ഗൂഢാലോചന നടന്നിട്ടും അതറിയാൻ പറ്റിയില്ലല്ലോ. നമ്മള് മുറിയടച്ച് പ്രേമിക്കുന്നതായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. വെറുതെ അവരുടെ ബ്ലഡ് പ്രഷർ കൂട്ടണ്ട. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇവരിതെവിടെ പോയി? കുറെ നേരം ആയല്ലോ. നീയൊന്ന് ക്ഷമിക്ക്, സംസാരിക്കളൊക്കെ സംസാരിക്കട്ടെ. ഓ, ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ഇടപാടാ കല്യാണത്തിന് മുൻപ് ചെറുക്കനും പെണ്ണും കൂടി മുറിയിൽ കയറി അടച്ചിരുന്ന് സംസാരിക്കുന്നത്. എന്തായാലും നമ്മളൊക്കെ അറിഞ്ഞോണ്ടല്ലേ അവർ സംസാരിക്കുന്നേ. അറിയാതെ സംസാരിക്കാൻ അവർക്ക് പറ്റുമായിരുന്നല്ലോ. ആ, ആരാ വരുന്നത്? അഖിലമുള്ളോണ്ടല്ലോ. ആകാശേ, എന്തായി? സംസാരിച്ചു. എന്നിട്ട് തീരുമാനം എന്തായിന്ന് പറ. പറയും മോളെ. എല്ലാ കാര്യത്തിലും ഞങ്ങൾ വിശദമായി സംസാരിച്ചൊരു തീരുമാനമെടുത്തു. അതെന്താണെന്നാ ഈ ചോദിക്കുന്നേ? പറഞ്ഞ ഡേറ്റിൽ തന്നെ കല്യാണം നടത്താൻ അഖില സമ്മതിച്ചു. കല്യാണത്തിന്റെ പേരിൽ അമൃതേച്ചിയും അംബിക അമ്മായി ഉറപ്പിച്ച കച്ചവടം വേണ്ടെന്ന് വെച്ചു. എന്നുവെച്ചാ 1 രൂപയോ 1 തരി പൊന്നോ സ്ത്രീധനമായി വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? അതെ, ഇതെന്റെ കല്യാണക്കാരല്ലേ. തീരുമാനം എടുക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. അത് നിങ്ങളുടെ കാര്യത്തില്, എന്റെ കാര്യത്തിൽ അത് പറ്റില്ല. എല്ലാവരോടായിട്ട് ചോദിക്കാം, ഞങ്ങളുടെ ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? യോജിപ്പുള്ളവർക്ക് സഹകരിക്കാം. നിങ്ങൾ ആരും സഹകരിച്ചില്ലെങ്കിലും ഞങ്ങൾ തീരുമാനിച്ചത് നടക്കും. അപ്പൊ എന്റെ 60 പവൻ? അത് അമ്മയുടേതല്ലോ, പഞ്ചരത്നത്തിലല്ലേ. അതിവിടെ തന്നെ ഇരിക്കട്ടെ. ദേ, ഇത് ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളെ അന്തസ്സുള്ള തറവാട്ടിലുള്ളവരാ. ഈ ധർമ്മ കല്യാണം ഞങ്ങളെ തറവാട്ടിൽ നടക്കൂല. ആകാശേ, ഇവള് നിന്നെ എന്ത് പറഞ്ഞാ മയക്കെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കല്യാണം നടക്കൂല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.